ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാറായോ? ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നെക്സോൺ EV ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം എൻ്റെ കൂടെ ഉള്ള ശരത്താണ്. ശരത്ത് എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ EVയുടെ കോർഡിനേറ്ററാണ്. ഇപ്പം നെക്സോൺ EVയെ പറ്റിയുള്ള കാര്യങ്ങൾ ശരത്തിൻ്റെ അടുത്ത് ചോദിക്കാം. ശരത്ത്, ഇത് നമ്മളെ ടോപ്പ് എൻഡ് ആണ് നെക്സോൺ EVയുടെ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? നമുക്കിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 18,55,000 രൂപയാണ്. 55,000 രൂപ. ഇത് 3 വേരിയൻസിന് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ വേരിയൻസിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നതിന്റെ ബാറ്ററി റേഞ്ചിലും എല്ലാം വ്യത്യാസങ്ങളല്ല, ഫീച്ചേഴ്സ് വരുന്നത് ടോപ്പ് എൻഡ് സൺറൂഫ് വരുന്നത് അങ്ങനത്തെ വ്യത്യാസം, ബേസിക് വ്യത്യാസം. റേഞ്ചിലും കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. നമുക്ക് എത്ര സ്റ്റാർട്ടിങ്? നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുന്നത് 15,91 ഓൺ റോഡ് 15,91 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 18,55 വരെ. അപ്പം ഇതാണ് ശരത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ശരത്തിന് നെക്സോൺ EVയുടെ എന്ത് കാര്യങ്ങളും, ടിഗോർ EV അതുപോലെ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കോർഡിനേറ്ററാണ് ശരത്ത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾക്കും ഡീറ്റെയിൽസിനും ബുക്ക് ചെയ്യാനായാലും എന്താ സംശയം ഉണ്ടെങ്കിലും ശരത്തിനെ വിളിക്കാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെല്ലാവരും ശരത്തിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നെക്സോൺ EVയുടെ വീഡിയോ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് ബൈജിത്തേട്ടൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നെക്സോൺ എന്ന് പറയുന്ന പെട്രോൾ, ഡീസൽ അതുപോലെ തന്നെ ഇലക്ട്രിക്, ഈ 3 ഓപ്ഷൻസ് വരുന്ന ഇന്ത്യയിലെ നിലവിലുള്ള ഏക വാഹനമാണ്. നിലവിലുള്ളതെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് ടിഗോർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിലവിലുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സോൺ ഡീസൽ, പെട്രോൾ, ഇലക്ട്രിക്, ഈ 3 ഓപ്ഷൻസാണ് നെക്സോണിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നെക്സോണിൻ്റെ കാര്യം പറ്റി പറയുമ്പോൾ ഇപ്പം EV എടുക്കാറായി എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ടാറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിനോടൊരു പ്രശ്നമില്ലെങ്കിൽ നെക്സോൺ EV എടുക്കാം എന്നാണ് എൻ്റെ ഉത്തരം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര നല്ലൊരു വാഹനമാണ് ഈ EV എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് മോഡൽസിന് വരും. ഇനി സംബന്ധിച്ചോളം ഇനി കോമ്പറ്റീഷൻ മുറുകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു EV സ്റ്റോറിയാണ് നമ്മളെ കൂടെ വന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഇനി വരാനുണ്ട്. ലിസ്റ്റ് തന്നെ ഉണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിൽ വരുന്ന. MGയുടെ ZS EV ഇപ്പം തന്നെ നിലവിലുണ്ട്, ഹ്യുണ്ടായി കോന. അപ്പം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കും. കോമ്പറ്റീഷൻ കൂടുന്തോറും ഡ്രൈവിംഗ് റേഞ്ച് കൂടും. ഡ്രൈവിംഗ് റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൈസ് കുറഞ്ഞു വരും. ഇപ്പം നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രൈസ് കുറഞ്ഞ EV നെക്സോൺ EV ആണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാൽ പോലും ഈ വണ്ടിയുടെ ഒരു മികവ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വാഹനം അത്രത്തോളം സെയിൽസിലായാലും ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് EV സക്സസ് സ്റ്റോറിയാണ് നെക്സോൺ EV എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോയും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നോർമൽ നെക്സോണിൽ നിന്ന് ഈ ഒരു കളർ തീം ഡാർക്ക് ബ്ലൂ ആണ് നൽകിയിരിക്കുന്നത്. അത് കുറച്ചും കൂടി എനിക്ക് ഇച്ചിരി ഒരു ഇഷ്ടപ്പെട്ട കളർ ഈ ഡാർക്ക് ബ്ലൂ ആണ്. ഇതിൻ്റെ കമ്പനി വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബ്ലൂ ആണ്. പിന്നെ നെക്സോണിനെ സംബന്ധിച്ചുള്ള EV എന്നുള്ള കുറച്ച് മാറ്റങ്ങളാണുള്ളത്. മെയിനായിട്ട് EV ബാഡ്ജിങ്, അതേപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നതാണല്ലോ EVയുടെ ഒരു തീം. ആ ഒരു തീം മൊത്തത്തിൽ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലോട്ടായാലും നമുക്കിതാ ഈ വീലാർസിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഡോറിൻ്റെ അവിടെ ആയിട്ട് EV ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഈ ഒരു വരെ ഇതൊരു നെക്സോണിൻ്റെ ഏറ്റവും വലിയൊരു ഡിസൈൻ എലമെൻ്റ് ആയിരുന്നു. ഇവിടെ വരുന്ന ഒരു വൈറ്റ് സ്ട്രൈപ്പ്, ഇതിപ്പം ഫുള്ളൊരു EV തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് വന്നാലും ആ ഒരു EV തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇവിടെ ആയിട്ട് EV എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ റിഫ്ലക്റ്റേഴ്സ്, റിവേഴ്സ് അവിടെ റിഫ്ലക്റ്റേഴ്സിൻ്റെ ഇവിടെ ആയാലും നെക്സോൺ EVയുടെ ഒരു തീം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ടാറ്റയുടെ EV ടെക്നോളജി അവർ ഉണ്ടാക്കുന്ന സിട്രോണും ആ ഒരു ടെക്നോളജിയിലാണ് ടാറ്റയുടെ EV വെഹിക്കിൾസ് എല്ലാം വരുന്നത്. സിട്രോൺ എന്ന് പറഞ്ഞ ടെക്നോളജി ഇതാണ് വരുന്നത്. ബാക്കി റിവേഴ്സ് വൈപ്പേഴ്സ് ഉണ്ട്, ഷാർക്കിന് ആൻഡ്രോയിഡ് ഉണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മളെടുത്ത് പറയുന്നില്ല, നെക്സോണിലുള്ള അതേ കണക്കാണ്. അപ്പോൾ മെയിനായിട്ട് EV എന്നുള്ള ബേസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ള ടാറ്റ നെക്സോൺ EVയുടെ ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നെക്സോണിലുള്ള സെയിം ഇൻറ്റീരിയറാണ്, എന്നാലും ഒരു ബ്ലൂ ഇൻസേർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു വ്യത്യാസം നമുക്ക് എടുത്തറിയും. പിന്നെ ഈ ഗിയർ ലിവറോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒന്നോ വരത്തില്ല. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇപ്പം EVയെ സംബന്ധിച്ചോളം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. മെയിനായിട്ട് EV ഒരു നോർമൽ കാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ യൂസ് വരുന്നില്ല, നമുക്ക് ഗിയർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ RPM ഇത്ര RPM പോയാലേ ഇത്ര
അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല, മെയിൻ്റെനൻസ് ഫ്രീ ആണ്. അങ്ങനെ EV യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കിന് നമുക്ക് 8 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് ബെൽറ്റ് വരും. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഇവിടെ കോർ ഡ്രൈവറിൻ്റെ അവിടെ വാനിറ്റി മിറർ വരുന്നുണ്ട്. നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. കപ്പ് ഹോൾഡേഴ്സും നമുക്ക് പെൻ ഹോൾഡേഴ്സും കോയിൻ ഹോൾഡേഴ്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. റീച്ച് ഇല്ല, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂട്ടാം. ഇത് സ്ലൈഡ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നത്. ഇത്ര നല്ല വിശാലമായ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതുണ്ടോ നമ്മൾ ഡ്രൈവ് സെലക്ട് ആണ്, ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ്, സ്പോർട്ട്. ഈ 3 ഡ്രൈവ് മോഡ്സാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ പിയാനോ ബ്ലാക്ക് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് പറ്റും, എന്നാലും നല്ല ക്ലാസ്, അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ ആ ഒരു ഭംഗി എന്നും ഈ വാഹനത്തിന് കാണും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് കാര്യങ്ങളെല്ലാം ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ടാറ്റയുടെ 18 ടച്ച് സ്ക്രീനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നൽകിയിട്ടുണ്ട്. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ്, അത് പറയേണ്ട കാര്യമില്ല. സ്പീക്കേഴ്സും ട്യൂറ്റേഴ്സും ആയാലും നല്ല രീതിയിലൊരു സൗണ്ട് ക്വാളിറ്റി ഈ വാഹനത്തിൽ നൽകും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൻ്റെ കാര്യം കാണിച്ചു തരാം. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചാർജ് ഇപ്പം 93% ഉണ്ട്. കാണിക്കുന്ന 125 കിലോമീറ്റർ ഓടുമെന്നാണ്, പക്ഷേ അതിൽ കൂടുതൽ ഓടും. കമ്പനി ക്ലെയിം ചെയ്യുന്ന 312. അത്ര ഓടിയില്ലെങ്കിലും 312 ഓടിയില്ലെങ്കിലും ഒരു 250 കിലോമീറ്ററോളം എങ്കിലും മിനിമം അല്ല, ഒരു ആവറേജ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ സർവീസ് ഓവർഡ്യൂ, ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അപ്പോൾ സർവീസ് ഓവർഡ്യൂ കിടക്കുന്നതിൻ്റെയാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ 250 കിലോമീറ്ററോളം മിനിമം ഈ വാഹനം ഓടും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിലും അനലോഗുമായിട്ടുള്ള സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്ന. ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. റീജൻ ബ്രേക്കിംഗ്, ഏതാണ്ട് ബാറ്ററിയിലോട്ട് എനർജി കയറുന്നതിൻ്റെ റീജൻ ബ്രേക്കിങ്ങിൻ്റെ സിമ്പലും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് ഇത് മാറ്റാൻ സാധിക്കും. എനർജി ഫ്ലോ ഉണ്ട്, എത്രത്തോളം എനർജി ബാറ്ററിയിലോട്ട് കയറി, ആ വക കാര്യങ്ങൾ, ട്രിപ്പ്, ആ വക കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാൻ പറ്റുന്നതാണ്. സർവീസ് റിമൈൻഡർ, ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമുക്ക് നെക്സോൺ EVയുടെ ഹുഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെയാണ് നമ്മളെ ഇലക്ട്രിക് മോട്ടോർ വരുന്നത്. ഇതാണ് നമ്മളെ ഇലക്ട്രിക് മോട്ടോർ വരുന്നത്. ഇതാണ് നമ്മളെ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. സിപ്ട്രോൺ EV ടെക്നോളജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ എൻജിൻ ബേ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ട് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി ഒരു മോട്ടറാണ് എടുത്തിരിക്കുന്നത്. 129 bhp ആണ് ഇതിൻ്റെ കരുത്തെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോർമൽ നെക്സോണും EVയും തമ്മിൽ ഒരു 100 കിലോയുടെ അധികം നെക്സോൺ EVക്ക് ഭാരം കൂടുതലാണ്. ഈ ഒരു മോട്ടറിൻ്റെ കാര്യം വെച്ച് നെക്സോൺ EV നമ്മൾ നോർമൽ നെക്സോണിനെ കാട്ടി ഒരു 100 കിലോയോളം ഭാരം കൂടുതലാണ്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇതാണ് നമ്മൾ നെക്സോൺ EVയുടെ ബൂട്ട് എന്ന് പറയുന്നത്. ചാർജിങ് കേബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വേറെ നമുക്ക് ഇവിടെ വരുന്നത് വേറെ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ലാമ്പുണ്ട്, ഹുക്സ് ഉണ്ട്. നമ്മുടെ ചാർജിങ് കേബിൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് ബൂട്ടിനെ പറ്റി. ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് നെക്സോൺ EV ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മളെ AC DC ഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ വഴി ചാർജ് ചെയ്യാൻ പറ്റും. DC എന്ന് പറയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 80% ചാർജ് ചെയ്യാൻ സാധിക്കും. AC എന്ന് പറയുമ്പോൾ നമുക്ക് വീടുകളിൽ കുത്തിയിട്ട് 8 മണിക്കൂർ കൊണ്ട് ഫുള്ളി ചാർജ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന നെക്സോൺ EVക്കുള്ളിലാണ്. നെക്സോൺ EV എന്ന് പറയുന്നത് ടാറ്റയുടെ ഏറ്റവും പോപ്പുലറായിട്ടൊരു മോഡലാണ് നെക്സോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു EV പതിപ്പാണ് ഈ നെക്സോൺ EV എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് EV സക്സസ് സ്റ്റോറിയാണ് നെക്സോൺ EV എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പം ബിഗ്ഗസ്റ്റ് EV സക്സസ് എന്ന് പറയുമ്പം ഭയങ്കര മാർജിനല്ല, പക്ഷേ ഇന്ത്യയിലൊരു ഇലക്ട്രിക് വാഹനം എത്രത്തോളം വിൽക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിന് ഇത്ര ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് തെളിയിച്ചൊരു വാഹനമാണ് EV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് EV എന്ന് പറയുമ്പോൾ തന്നെ ആയാലും നമുക്ക് ക്ലച്ചോ ഗിയറോ അങ്ങനത്തെ RPM മെയിൻറ്റെയിൻ ചെയ്ത് പവർ എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഇലക്ട്രിക് മോട്ടറാണ്. ഈ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 129 ആ ഒരു 129 bhp കരുത്താണ് ഈ ഒരു വണ്ടിയെ മൂവ് ചെയ്യുന്നത്. ആ കരുത്ത് നമുക്ക് നമ്മൾ എപ്പോൾ ആക്സിലേഷനിൽ ചവിട്ടിയാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ RPM എന്നുള്ള ആ ഒരു നോർമൽ കാറിൽ നിന്ന് മാറുമ്പോൾ ഉള്ള ഒരു EVയിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ഇൻസ്റ്റൻറ്റ് പവറും ടോർക്കും എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ അത്രത്തോളം ഒരു പവർ ഈ ഇതിനൊരു ഇൻസ്റ്റൻറ്റ് നമുക്ക് ജസ്റ്റ് ഫുഡ് കാലിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഡ്രൈവിംഗ് ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് റിഫ്രഷിംഗ് ആണ്. നമുക്ക് ഇതുവരെ സമ്മാനിക്കാത്തൊരു ഡ്രൈവാണ് ഇ വികൾക്ക് തരാൻ സാധിക്കുന്നത്. പിന്നെ സൈലൻസ് എന്ന് പറയുമ്പോൾ ഡെഡ് സൈലൻസ് ആയിരിക്കും ഇൻറ്റീരിയറിൽ. നമ്മൾ മുമ്പൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറോ അങ്ങനെ ഇലക്ട്രിക് കളിപ്പാട്ടങ്ങളോ എന്ന് പറയുന്നൊരു ശബ്ദം, ആ ഒരു ശബ്ദമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അത്രത്തോളം സൈലൻ്റ് ആണ് ക്യാബിൻ. അതുകൊണ്ട് തന്നെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും ഒരു ഡിസ്കസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മുമ്പ് നോർമൽ എൻജിൻ സൗണ്ടുള്ള എൻജിൻ കാർസിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ല. നമ്മൾ സൈലൻ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെയായാലും കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നെക്സോൺ അത്യാവശ്യം നല്ല കംഫോർട്ട് വരുന്നൊരു വാഹനം തന്നെയായിരുന്നു നെക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇ വി എന്ന് പറയുമ്പോൾ ഇ വി വന്നപ്പം കൂടുതലൊരു സൗണ്ട് ഉണ്ടായാലും നമുക്ക് കൂടുതലൊരു കംഫോർട്ട് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഡ്രൈവിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് 312 നമുക്കൊരു 250 കിലോമീറ്റർ ഒരു ആവറേജ് നമുക്ക് നമുക്ക് സിംഗിൾ ചാർജ് ഓടും. അതേപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കൊരു 60 മിനിറ്റ് കൊണ്ട് ഡി സി ചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു 80% ചാർജ് കയറും. ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ളത്തോളം ഒരു ഫുൾ ചാർജ് നമുക്ക് കയറുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും കാര്യങ്ങളെല്ലാം നെക്സോണിലുള്ള പോലെ തന്നെ നല്ല സ്റ്റേബിളായിട്ടൊരു വാഹനമാണ്. അതേപോലെ തന്നെ ആക്സിലറേഷൻ ബ്രേക്കിംഗ്, നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ റീജിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ആക്സിലേറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ കാലെടുക്കുമ്പോൾ വണ്ടി സ്ലോ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്ന എനർജി ട്രാൻസ്ഫർ ചെയ്ത് ബാറ്ററിയിലോട്ട് ചാർജ് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ഡ്രൈവിലൊക്കെ പോയാൽ ഇപ്പം മലപ്രദേശത്തോട്ടൊക്കെ കയറി നമുക്ക് തിരിച്ചിറങ്ങുന്ന സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നമുക്ക് ആ എനർജി തിരിച്ച് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്കത് കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാനും സാധിക്കും. ഇ വിയിൽ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, സ്പോർട്ട് ഈ 4 ഡ്രൈവ് മോഡ്സാണ് ഇ വിക്ക് വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇ വി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് പവറും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നോർമൽ ഡ്രൈവ് മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലോട്ട് കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല ജസ്റ്റ് പുള്ളി ചെയ്തെടുത്തുകൊണ്ട് പറന്നു പോകുന്നൊരു പവറാണ് നമുക്ക് സ്പോർട്സ് മോഡ് ഇടുമ്പോൾ ഇ വിക്ക് കിട്ടുന്നത്. ആ ഒരു ഫീല് ശരിക്കും നല്ല അടിപൊളി ഒരു ഫീലാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാല് കൊടുക്കുമ്പോൾ നമ്മൾ പറന്നെടുത്ത് ഒറ്റ പോക്കായി വാഹനം പോകുന്നത്. അതേപോലെ തന്നെ എന്നാൽ പോലും കൺട്രോൾ വിട്ട് പോകത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയാലും കോൺട്രിങ് ആയാലും വണ്ടി ഹാൻഡ്ലിങ്ങിൽ കാര്യമെല്ലാം ഇതുള്ളതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് കൺട്രോൾ നിർത്താൻ പറ്റും. എന്നാൽ പോലും ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ നല്ല രീതിയിൽ കാല് കൊടുത്ത് തന്നെ വണ്ടി പറന്നടിക്കും. ചിലപ്പോൾ കൈവിട്ട് പോയെന്നിരിക്കും നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ. അങ്ങനെ ഇ വി ഒന്ന് ഓടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു വാഹനം. ഞാൻ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്താൽ മതി, വണ്ടി നല്ല രീതിയിൽ പറന്ന് കയറും. പിന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പം പവർ എടുത്ത് നമ്മൾ എക്കോയിലാണ് ഓട്ടിക്കുന്നത്, കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്താണ് നമ്മൾ ഓട്ടിക്കുന്നത്. എന്നിട്ട് തിരിച്ച് ആ ബാറ്ററിയിലോട്ട് പവർ കയറുന്നതെല്ലാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി നമ്മൾ എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമ്മൾ അറിയിക്കുന്നു നമ്മൾ ഏത് രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളി ഇതിനകത്ത് തന്നെ നമുക്ക് അറിയാനും സാധിക്കും. എത്ര റേഞ്ച് ഓടും കാര്യങ്ങൾ, സ്റ്റിയറിങ്ങിലായാലും കൺട്രോൾസ് വഴി നമുക്കിത് മൊത്തം സ്വൈപ്പ് ചെയ്ത് നമുക്ക് നോക്കി ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫുള്ളി കണക്റ്റഡ് ആണ് ഈ കാറിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ പറ്റും. എന്താണ്ട് നമ്മളിപ്പോൾ എക്കോയിലാണ്, ബാറ്ററി എത്രത്തോളം ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട എക്കോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എക്കോ ബാറ്ററിയുടെ ഏറ്റവും എക്കണോമി ആയിട്ടുള്ളൊരു നമുക്ക് കൂടുതൽ റേഞ്ച് തരുന്ന ഒരു പൊസിഷനിലാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എക്കോ എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ കാല് കൊടുക്കുകയാണെങ്കിൽ പവറിലോട്ട് കയറുമ്പോൾ നമ്മൾ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് ഓട്ടിക്കുകയാണ്. എന്ന് വെച്ചാൽ റേഞ്ച് കുറയും. നമ്മൾ സ്പോട്ടി ആയിട്ടോ നമ്മൾ കൂടുതൽ പവറിൽ ഓട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റേഞ്ച് കുറഞ്ഞ റേഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ റീജിയൻ ബ്രേക്കിംഗ് കണ്ട നമ്മൾ തന്നെ വാഹനം ബ്രേക്ക് ചെയ്ത് ആ എനർജി നമ്മളെ ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നൊരു ഇതാണ് ഈ റീജിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് വേണ്ട പവറിലോട്ട് കയറുമ്പോൾ കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യും. നമുക്ക് ഇതിനകത്ത് എനർജി ഫ്ലോ കാണാൻ സാധിക്കും. ഈ എനർജി ഫ്ലോ നമുക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആക്സിലറേഷനിൽ നിന്ന് കാലെടുത്തിരിക്കുവാണ്. ആക്സിലറേഷൻ കൊടുക്കുമ്പം ബാറ്ററിയിൽ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു എനർജി ഫ്ലോ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നല്ല രീതിയിൽ. ഇപ്പം ഞാൻ ആക്സിലറേഷൻ നിന്ന് കാലെടുക്കുമ്പം തിരിച്ച് വണ്ടിയിൽ നിന്ന് ആ ബാറ്ററി നിറയുന്നു. ആ ഒരു ഇതാണ് നമുക്ക് റീജിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആക്സിലറേഷൻ നിന്ന് കാലെടുക്കുമ്പോൾ തിരിച്ച് ബാറ്ററി ഫില്ലാവുന്നതെന്ന് വെച്ചാൽ ബാറ്ററിയിലോട്ട് ചാർജ് സ്റ്റോർ ചെയ്യും.
ആ ഒരു സംഭവമാണ് ഈ റീജിയൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 കിലോമീറ്ററുള്ള ഈ ട്രാഫിക് കണ്ടീഷൻ ഓടിച്ചു. നമുക്കൊരു 18% ചാർജാണ് ബാറ്ററിയിൽ നിന്ന് പോയിട്ടുള്ളത്. 100% എടുത്തു. ഇപ്പോൾ 82% നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ബാറ്ററി. ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ റീജിയൻ ബ്രേക്കിംഗ് വഴി കുറച്ച് ബാറ്ററിയിലോട്ട് അധികം നമുക്ക് റേഞ്ച് കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറഞ്ഞു വന്നത് നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നെ നമുക്ക് റേഞ്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ തുടക്കം പറഞ്ഞ ചോദ്യമായിരുന്നു, ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാറായോ? തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനത്തിലോട്ട് തിരിയേണ്ട ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പെട്രോളിൻ്റെ റേറ്റ് ആയാലും എത്ര രൂപ എന്നൊക്കെ നമുക്കറിയാം. അപ്പം അതിലിപ്പോൾ ഒരുപാട് മോഡൽസ് ഇനിയാലും വരും. ഇപ്പം ആൾട്രോസിൻ്റെ EV വരും. അതേപോലെ ഒരുപാട് കമ്പനികളുടെ വാഹനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം നെക്സോൺ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ EV നല്ല വാഹനം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കേണ്ട ഒരു വാഹനമാണ്. അപ്പം ഇതേപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് റേഞ്ചസ് ഇനി വരും. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി നിങ്ങൾ എടുക്കുന്ന അടുത്തൊരു വാഹനം ഇലക്ട്രിക് വാഹനമാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.